നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്വാതി, ഫംഗ്ഷനിൽ ലച്ചു കൊണ്ടുവച്ചിരുന്ന ഡ്രസ്സ് ഞാൻ മനഃപൂർവ്വം എടുത്തിട്ടുണ്ട് വന്നതെന്ന് സ്വാതിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ സ്വാതിയോട് അങ്ങനെ ഒരു ചതി ചെയ്യൂ? ആ കാര്യത്തില് ലച്ചു നിരപരാധിയാ. ബർത്ത്ഡേക്ക് അവൾ ഗിഫ്റ്റ് വാങ്ങി കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാ. സ്വാതി വീട്ടിലേക്ക് പോയതിനു ശേഷം ഞാൻ ഈ റൂമിലെത്തിയപ്പോഴാ താൻ കൊണ്ടുവച്ച സമ്മാനം ഞാൻ കാണുന്നത്. അത് ഷെൽഫിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഞാൻ കണ്ടത് സ്വാതി ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് പാക്കറ്റാ. അതിലിരുന്നത് ആ കുർത്തയാ. അതെങ്ങനെ സംഭവിച്ചു? ഒരു കാര്യം ഉറപ്പാ, നമ്മൾ അറിയാതെ ഈ റൂമിൽ ഇടയ്ക്ക് ആരോ കയറിയിട്ടുണ്ട്. മനഃപൂർവ്വം ആരോ ഡ്രസ് പാക്കറ്റുകൾ തമ്മിൽ മാറ്റിവെച്ചതാ. അതാ സംഭവിച്ചത്. അല്ല, അങ്ങനെ മനഃപൂർവ്വം അത് പിന്നെ ആരാ? നമ്മൾ തമ്മിൽ അകലണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ. അത് സഞ്ജനല്ലാതെ പിന്നെ വേറെ ആരാവനാ? അവൾ ആവാനേ വഴിയുള്ളൂ. സഞ്ജന ഇവിടെ വന്ന ഉടൻ ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ലച്ചുവിനോട് ചോദിച്ചത്രേ. അവള് ശുദ്ധഗതിക്ക് അവള് വാങ്ങിയ ഗിഫ്റ്റ് കാണിക്കുകയും ഡീറ്റെയിൽസ് ഒക്കെ പറയുകയും ചെയ്തു. ഇടയ്ക്ക് ലച്ചുവിന് അമ്മ ചോദ്യം ചെയ്തപ്പോ അവള് പറഞ്ഞത് ഇതല്ല. അപ്പോ ഉറപ്പായി ഇതെല്ലാം ചെയ്തത് സഞ്ജന തന്നെയാ. ആ ദക്ഷയുടെ ഒത്താശ എല്ലാത്തിനും അവൾക്ക് ഉണ്ടാവും. സഞ്ജു അവളെ വിവാഹം കഴിക്കാത്തതിന്റെ വാശി അവക്ക്. അപ്പോ എങ്ങനെയും നമ്മളെ തമ്മിൽ വേർപിരിയണം. അതാ അവളുടെ അമ്മയുടെ ലക്ഷ്യം. ഞാൻ ഫംഗ്ഷന് എല്ലാവരുടെയും മുന്നില് വല്ലാതെ ചെറുതായി പോകുന്ന പോലെ തോന്നി. അപ്പോ എന്തോ സഞ്ജു, എനിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. ഇതിന്റെ പേരില് മനസ്സുകൊണ്ട് ഞാൻ ലച്ചുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തി. സഞ്ജുവിനും വലിയ വിഷമമുണ്ടായല്ലേ? വിഷമിച്ചു, ഞാൻ ഒരുപാട് വിഷമിച്ചു. എല്ലാവരുടെ മുന്നിൽ വെച്ച് സ്വാതി പെട്ടെന്ന് ഈ വീട് വിട്ടിറങ്ങിപ്പോയപ്പോ ഞാനെന്തോ അങ്ങ് ഇല്ലാണ്ടായി പോയ പോലെ തോന്നി. സോറി സഞ്ജു, അങ്ങനെ പറ്റിപ്പോയി. സോറി. സാരമില്ല സ്വാതി, ഇതെനിക്കൊരു പാഠമാ. ഇനി ഇങ്ങനെ ജീവിതത്തിൽ എന്ത് വന്നാലും ഞാൻ ഒരു നിമിഷം ആലോചിക്കും സഞ്ജു. സഞ്ജുവിന് എന്നോടുള്ള സ്നേഹത്തെ പറ്റി ഞാനപ്പോ ചിന്തിക്കും. അപ്പോ എനിക്കിങ്ങനെ ഒരു അബദ്ധം ഇനി ഒരിക്കലും പറ്റില്ല. ജീവിതം അങ്ങനെയാ, പല പ്രതിസന്ധികളും ഉണ്ടാവും. പക്ഷേ സ്വാതി എനിക്കറിയാം, സ്വാതിക്കെന്നെ അതുപോലെ നമുക്ക് ആ പരസ്പര വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്നും സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കാം.
എന്നാ നിങ്ങൾ പോയിട്ട് വരൂ. ലച്ചു വരുന്നോ? ലച്ചു വരുന്നുണ്ടെങ്കിൽ വന്നോളൂ അല്ലേ സഞ്ജു? ഇല്ല, ഞാൻ വരുന്നില്ല. നിങ്ങൾ പുറത്തേക്കാണെന്ന് തോന്നുന്നല്ലോ. അതെ, ഒന്ന് ഓഫീസിൽ തല കാണിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും. ഔട്ടിങ് നല്ലതാ, എന്നാ സമയം കളയണ്ട, നിങ്ങൾ പോയിട്ട് വരും. ലച്ചുവിനെ ഞാൻ വിളിച്ചതാ, അവള് വരുന്നില്ല എന്ന് പറഞ്ഞു. ഗോവിന്ദ് വന്നത് നന്നായി. നിങ്ങൾ സംസാരിക്കേ. സഞ്ജു വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.